വെസ്റ്റ് ഇൻഡീസിനെതിരായ ഒന്നാം ടെസ്റ്റിന്റെ ഒന്നാം ദിനം ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത വെസ്റ്റ് ഇൻഡീസിനെ 162 റൺസിന് കൂടാരം കയറ്റിയ ഇന്ത്യ മറുപടി ബാറ്റിംഗിൽ ഒന്നാം ദിനം കളി നിർത്തുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 121 റൺസ് എന്ന ശക്തമായ നിലയിലാണ്. അർദ്ധ സെഞ്ചുറി നേടിയ KL രാഹുലാണ് ഇന്ത്യൻ ബാറ്റിംഗിന് കരുത്തായത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് ഭാഗ്യം തുണച്ചത് സന്ദർശകരെയായിരുന്നെങ്കിലും ഇന്ത്യൻ പേസർമാരുടെ കൃത്യതയാർന്ന ബൌളിംഗിനു മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. മുഹമ്മദ് സിറാജും ജസ്പ്രീത് ബുംറയും ചേർന്നാണ് വിൻഡീസ് ബാറ്റിംഗ് നിരയുടെ നട്ടെല്ലൊടിച്ചത്. സിറാജ് 4 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ബുംറ 3 വിക്കറ്റുകൾ സ്വന്തമാക്കി. കുൽദീപ് യാദവ് 2ഉം വാഷിംഗ്ടൺ സുന്ദർ 1 വിക്കറ്റും വീഴ്ത്തി. 32 റൺസെടുത്ത ജസ്റ്റിൻ ഗ്രീവ്സാണ് വിൻഡീസ് നിരയിലെ ടോപ്പ് സ്കോറർ. ഷായ് ഹോപ്പ് 26, റോസ്റ്റൺ ചേസ് 24 എന്നിവർക്ക് മാത്രമാണ് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാനായത്. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യൻ ബൌളർമാർ വിൻഡീസിനെ സമ്മർദ്ദത്തിലാക്കി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാളും KL രാഹുലും ചേർന്ന് മികച്ച തുടക്കമാണ് നൽകിയത്. ആദ്യ വിക്കറ്റിൽ 68 റൺസ് കൂട്ടിച്ചേർത്ത ശേഷമാണ് ഈ സഖ്യം പിരിഞ്ഞത്. 36 റൺസെടുത്ത ജയ്സ്വാളിനെ ജെയ്ഡൻ സീൽസ് പുറത്താക്കി. തുടർന്നെത്തിയ സായ് സുദർശൻ 7 പെട്ടെന്ന് മടങ്ങിയെങ്കിലും നായകൻ ശുഭ്മാൻ ഗില്ലിനെ കൂട്ടുപിടിച്ച് KL രാഹുൽ ഇന്ത്യൻ ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചു. ഒന്നാം ദിനം കളി നിർത്തുമ്പോൾ 53 റൺസുമായി KL രാഹുലും 18 റൺസുമായി ശുഭ്മാൻ ഗില്ലുമാണ് ക്രീസിൽ. വെസ്റ്റ് ഇൻഡീസിന്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറിനൊപ്പമെത്താൻ ഇന്ത്യയ്ക്ക് ഇനി 41 റൺസ് കൂടി മതി. 8 വിക്കറ്റുകൾ കയ്യിലിരിക്കെ രണ്ടാം ദിനം